വലിയ വെടിക്കെട്ട് ഇന്നിങ്സുകളും 200+ ചേസും ഇല്ലെങ്കിൽ IPL മാച്ചുകളെല്ലാം വെറും ഉറക്കം തൂങ്ങി മാച്ചുകളാണെന്ന് പറഞ്ഞു കിടക്കുന്ന ചില ന്യൂജൻ ക്രിക്കറ്റ് ഫാൻസ് ഉണ്ട്. അവർ കണ്ടിരിക്കേണ്ട മാച്ചാണ് ഇന്നത്തെ ഈ RCB വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് മാച്ച്. ഒരു 166 എന്നുള്ള സ്കോറാണ് മുംബൈ ഇന്ത്യൻസ് സെറ്റ് ചെയ്യുന്നത്. അത് ചേസ് ചെയ്യാൻ ഇറങ്ങുന്ന RCBക്ക് തുടക്കത്തിലെ വിക്കറ്റ് നഷ്ടപ്പെടുന്നു. കിങ് കോഹ്ലി ഗോൾഡൻ ഡക്കിന് പുറത്താവുന്നു. ഇമ്പാക്ട് സബായിട്ട് വരുന്ന ദേവദത്ത് പടിക്കലും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ പോകുന്നു. പിന്നെ നമ്മുടെ കൃണാൽ പാണ്ഡ്യയുടെ ഒരു ഇന്നിങ്സ്, മികച്ചൊരു ഇന്നിങ്സ് ആയിരുന്നു. ശേഷം കാര്യങ്ങൾ വളരെ ടൈറ്റ് ആയിട്ട് ഫൈനൽ ഓവറിലേക്ക് വരുമ്പോഴത്തേക്കും ലാസ്റ്റ് 2 ഓവറിന് ജയിക്കാൻ വേണ്ടത് 18 റൺസാണ്. പന്തെറിയാൻ വരുന്നത് ബുംറ ആ ഓവറിൽ ആകെ കൊടുത്തത് 2 റൺസും ഒരു ലെഗ് ബൈ, മൊത്തം 3 റൺസ്. അവസാന ഓവർ എറിയാൻ വരുന്നത് രാജ്ബാവയാണ്. രാജ്ബാവ വൈഡും നോബോളൊക്കെ എറിഞ്ഞാണ് ഓവർ തുടങ്ങുന്നതന്നെ. എന്നിരുന്നാലും റൊമാരിയോ ഷെപ്പേറിന്റെ വിക്കറ്റ് എടുത്ത് കളി മുംബൈയുടെ സൈഡിലേക്ക് ആക്കി എന്ന് പറഞ്ഞിരിക്കുന്ന നേരത്താണ് ആരും പ്രതീക്ഷിക്കാതെ ഭുവനേശ്വർ കുമാർ വരുന്ന ഒരു 6 അടിക്കുന്നു. മാച്ച് വീണ്ടും അഗൈൻ തിരിയുന്നു. കിട്ടില്ല മാച്ചായിരുന്നു. ലാസ്റ്റ് ഓവർ ത്രില്ലർ, അവസാന പന്ത് വരെ ആവേശം നിൽക്കുന്ന മാച്ച്. ഒരു 160-170 സ്കോറൊക്കെ ഉള്ള മാച്ച് ബോറിംഗ് മാച്ച് എന്ന് പറഞ്ഞു കിടക്കുന്ന ചില ആൾക്കാരൊക്കെ ഉള്ള ആൻസറാണ് ഈ എന്റർടൈൻമെന്റ് മുംബൈ വേഴ്സസ് RCB. അങ്ങനെ RCBക്ക് 2 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ പ്ലേ ഓഫിലേക്കുള്ള യാത്ര RCB കുറച്ചും കൂടെ ശക്തമാക്കിയിരിക്കുകയാണ്. അപ്പം ഇനി വരും മത്സരങ്ങളിൽ ഇതുപോലെ വളരെ കഠിനമായിട്ടുള്ള മത്സരങ്ങൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.